ഇവിടെ ചീരയും ഇവിടെ ചുമന്ന ചീര ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പച്ചച്ചീരയുണ്ട്. ഇവിടെ തക്കാളി കാണാം നമുക്ക്. ഈ തക്കാളി ഈ തൈ അവിടെ പൂവ വന്നിട്ടുണ്ട്. എന്താ വീട് പിന്നെ ബാക്കി എന്താ പലതും ഈ സൈഡ് നമുക്ക് കാണാവുന്ന വേണ്ട ഇത് വഴുതന ബാക്കി കൊണ്ടുവന്നില്ല. അങ്ങനെ വരെ മുളക് ഉണ്ടമുളകാണ് ഇതിൻ്റെ ആ മുളകാണ് ഇപ്പം ഈ സൈഡിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വഴുതനയുണ്ട്. പിന്നെ അകത്തോട്ട് നമ്മളിപ്പോൾ രാവിലെ ഈ കാലിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ചീരകളാണ്. അതിപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടാണെങ്കിൽ ഹിറ്റായിരിക്കുന്ന പോലെ കിടക്ക് വെച്ചായിരിക്കും. ഇപ്പം നാളെ രാവിലെ ആകുമ്പോൾ പിന്നെ തിരിഞ്ഞു വരും. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ചോദിച്ചു, ഇപ്പം മനുഷ്യരായ ഇപ്പോൾ കള്ളടിച്ച് ഫിറ്റായി കിറിഞ്ഞിരിക്കത്തില്ലേ, അതേപോലെ രാവിലെ എനിക്ക് ഉറക്കത്തിൽ ഇരിക്കുമ്പോഴല്ലേ സെറ്റാണ്. അതേപോലെ നാളെ രാവിലെ നമുക്ക് കാണാൻ പറ്റുന്നത് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇങ്ങോട്ടും ഫുള്ള് ചീരയാണ് ഇപ്പം ഉള്ളത്. രാവിലെ പാലിൻ്റെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഒരു കൈപ്പിടിയുടെ അത്രയാണ് കെട്ടുന്നത്. ഒരു അത്യാവശ്യം കൈപ്പിടി ഒരു കൈയിൻ്റെ അത്ര കെട്ടും. അതാണ് നമുക്ക് ഡെയിലി കൊണ്ടിട്ട് വന്നത്. ഇവിടെ ചുമന്ന ചീരയാണ്. ഈ സൈഡ് ഫുൾ ചുമന്ന ചീരയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ചെറിയ പത്ത് ചീരയ്ക്ക് കിട്ടുന്നു. നേരെ നോക്കിയാൽ പയറ് കാണാൻ പറ്റും നമ്മുടെ. പിന്നെ ഇവിടെ നമ്മൾ പഴയ ഞങ്ങൾ ഈ ചെടി നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊമരണ്ടെന്ന് പറയുന്ന അനാറ് മാതളാണെങ്കിൽ അവിടെ കായ് പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഇങ്ങോട്ട് വന്നാൽ കാണാം രണ്ട് മൂന്നെണ്ണമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ മുളക് രണ്ട് മുളക്, അത് കരിവേപ്പിലുണ്ട്. രണ്ട് കരിവേപ്പിലൊക്കെയാണ്. ഒറ്റയ്ക്കൊരു കപ്പച്ചേട്ടൻ നിൽപ്പുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ ഇവിടെ ഞങ്ങൾ ബെഡാക്കി ഇട്ടേക്കുവാണ്. ഇവിടെ ഞങ്ങൾ മല്ലിയാണ് ഇട്ടേക്കുന്നത്. പുതിനയും മല്ലിയും വെച്ചിട്ടുണ്ട്. പുതിന പക്ഷെ ഉണങ്ങിപ്പോയി. അത് തെറ്റായി കുത്തി വെച്ച അതിനെ കിളിച്ച് വരും. അത് കിളിച്ച് വരുമ്പോൾ അടുത്ത വീട് നമ്മൾ ഇടും. കിളിച്ച് വരുന്നതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ടും കൂടെ നോക്കാം. Thank you.